ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇന്ന് കുട്ടികൾക്കും ഇവിടുത്തെ ഉമ്മയ്ക്കും വേണ്ടിയിട്ട് അധികം എരിവില്ലാത്ത ഒരു ലൈറ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് മധുഹൂദാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് 2 ക്യാപ്സിക്കം, ഒരു സവാള, ഒരു തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്. ഞാൻ ഈ കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇടാറ്, കാരണം ഇത് വെന്ത് ഒടിഞ്ഞ് കറിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ മധുഹൂദ് മസാല കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയിലൊക്കെ കൂടി ആഡ് ചെയ്തപ്പോൾ പിന്നെ കുക്കറിൽ ഒരു വിസിലടിക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ വേവിച്ച ശേഷം ചിക്കൻ പീസ് കിഴങ്ങും കൂടി മാറ്റി വെച്ചിട്ട് ആ ബാക്കി വരുന്ന മസാല വെള്ളത്തിലേക്ക് റൈസ് ഇടും. അങ്ങനെ ചെയ്യുമ്പോൾ റൈസിന് കിട്ടുന്ന ആ ഫ്ലേവർ നല്ല ടേസ്റ്റ് മണമൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരുന്നത്. അതിന് ഏകദേശം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ കഴുകിയെടുത്ത് ആ വെള്ളം മുഴുവൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മധുരൻ്റെ ആ ഫ്ലേവർഫുൾ മസാലയ്ക്ക് ഈ റൈസ് ഇടാൻ പോവുകയാണ്. സത്യത്തിൽ ആ മസാലയ്ക്ക് ഇട്ട് വേവിക്കുമ്പോഴാണ് റൈസിന് സൂപ്പർ ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഞാൻ അളന്നിട്ടാണ് ഇടാറ്. അപ്പോൾ വെയ് മെഷീനിൽ ആ ചെറിയ റൈസ് ട്രാക്കർ വെച്ച് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 500 ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളവും ചേർക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈസ് ഒട്ടിപ്പോവാതെ പെർഫെക്റ്റായി കിട്ടും. ഇപ്പോൾ ഞാൻ നമ്മുടെ മസാല റൈസൊക്കെ ഇട്ട് ഒരു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരെയും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഓട്ടത്തിലാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ദൃശ്യം 3 ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹറിബറിയായിട്ട് എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ അതുവരെ ഞാൻ അത് റെഡി ആകുമ്പോഴത്തേന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കുകയാണ്. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാൽ കിച്ചൺ വൃത്തിയായി കിടക്കണം കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലോ. പിന്നെ ഇവിടെ കുടിവെള്ളത്തിന് നേരെ ടാങ്കിൽ നിന്നല്ല, അപ്പോൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റായി വരുന്ന പൈപ്പിലാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളം കലത്തിൽ പിടിച്ച് വെക്കൽ. അപ്പോൾ ഇപ്പോൾ അതിൽ വെള്ളം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നിറച്ച് വെക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനും വന്നിട്ടുണ്ട്. അവൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് സമയം വൈകിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യണത് അത് നോക്കി അവനും അതുപോലെ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ പാത്രം കഴുകുന്നതും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അവൻ്റെ സ്റ്റൈലിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കണ ആ ചിക്കൻ ഒന്നും കൂടെ മസാല ചേർത്ത് ഫ്ലേവർ ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ മധുഹൂദിൻ്റെ മസാല ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലൻ്റെ മണവും ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻക്ക് നല്ലൊരു വേറെ ലെവൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ മസാല റോസ്റ്റ് ചെയ്ത ഫ്ലേവർ പോലെ ആയിട്ട് ഒരു മസാല റോസ്റ്റ് ചെയ്ത ഫ്ലേവർ പോലെ ആയിട്ട് വളരെ ടേസ്റ്റായി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ആ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം ഫ്ലേവറും കിട്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ റെഡിയാക്കി. അപ്പോൾ അതിനിടയിൽ നമ്മൾക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൈസ് സത്യത്തിൽ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലേറ്റായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും പറയാനുള്ള കമൻറ്റിലൂടെ പറയാം. അപ്പം ഞങ്ങൾ സിനിമ കാണാൻ പോയത് ദൃശ്യം 3 അല്ല കേട്ടോ. ദൃശ്യം 3 അതിരടി ഫിലിമിനാണ് ഞങ്ങളൊന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സിനിമ ഇറങ്ങിയ ഉടനെ പോയി കാണുന്ന ടൈപ്പൊന്നുമല്ല. സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ള ക്രേസൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് കുട്ടികളൊക്കെ എത്തിയിട്ട് ഒരു ഔട്ടിങ് പോകുമ്പോൾ ഒരു സിനിമയും കണ്ടാലോ എന്നുള്ളൊരു വൈബ് സെറ്റായി വരലുണ്ട്. പിന്നെ അധികവും ഞങ്ങൾ തിയേറ്റർ ചൂസ് ചെയ്യുന്നത് തിരൂർ റോട്ടിലുള്ള CNC സിനിമാസാണ്. അപ്പോൾ തിരൂരിലുള്ളവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. നല്ലൊരു ആംബിയൻസും കംഫർട്ടബിൾ സീറ്റിങ്ങും ഒക്കെ ഉള്ളൊരു തിയേറ്ററാണ്. പിന്നെ അതുപോലെ അവിടെ റിക്ലൈനർ സീറ്റ് ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് സിനിമ കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ റിക്ലൈനർ സീറ്റ് തന്നെയാണ് ബുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഞങ്ങൾ 2 പേര് മാത്രമല്ലല്ലോ, 2 ആളുടെയും മടിയിൽ ഓരോ കുട്ടികളുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്ത് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സീറ്റാണ് ഈ റിക്ലൈനർ.
അപ്പം സിനിമ ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൽ ടോവിനോയും ബേസിലൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റ് വൈകിയതുകൊണ്ട് ഫസ്റ്റ് ഭാഗത്തെ സ്റ്റോറി കുറച്ച് മിസ്സായിപ്പോയി. എന്നാലും സിനിമ നന്നായി എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ സിനിമ ഒക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ നാളെ ഞങ്ങളൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ പോണ വഴിയിൽ ഞാനിനി നടന്നുകൊണ്ട് ഞാൻ ഓടിപ്പോയിക്കൊണ്ട് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയിട്ട് ഓടുകയാണ്. അപ്പോൾ ഞാൻ അവൾ ഓടുന്നത് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ വീട്ടിലെത്തി അവിടുന്ന് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ രാത്രിയോടെ ഞങ്ങൾ പാക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയിരുന്നു. പക്ഷേ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി എടുത്ത് വെക്കാണ്ട്, കാരണം കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ഓർത്തോർത്ത് എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം നേരം വൈകിയിരുന്നു. അപ്പോൾ മോനും ഇപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കിടത്തിയിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് പോണത് എന്നൊക്കെ ചോദിച്ച് ഫുൾ എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് അവർ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് എന്നെപ്പോലെ ട്രാവലിങ്. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ഇനി ബാക്കി പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യം ഞങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇനി ബാക്കിയുള്ള പാക്ക് ചെയ്ത സാധനങ്ങൾ കറി കയറ്റി വെച്ചിട്ട് ഇനി കുട്ടികളെ ഒക്കെ വിളിച്ച് ഉണർത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടാണ് ഉറക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റുണ്ടെങ്കിൽ വീണ്ടും ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഫ്രഷായി മാറ്റി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മോന് നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് അവനെ എണീപ്പിക്കാതെ അങ്ങനെ കൊണ്ടുപോവാണ്. സാധാരണ ഒരു 9:30 ആകുമ്പോഴാണ് എണീക്കാറ്. ഇനി എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തുണ്ടാവും. അപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ അവിടുന്ന് മോൻ്റെ പമ്പേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഫ്രഷ് ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാവും അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും പറയാനെങ്കിൽ കമൻറ്റിലൂടെ പറയാം.